ഹായ് ഹലോ വെൽക്കം ടു കൽഹാനാസ് വ്ലോഗ്. ഇന്ന് നമുക്ക് കോസ്കോയിൽ ഒരു ഷോപ്പിങ്ങിന് പോയാലോ? അപ്പൊ വായോ കേട്ടോ, നമുക്ക് പോകാവേ. അപ്പൊ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ലേക്ക് സൈഡിലുള്ള കോസ്കോ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. കോസ്കോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണിത്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പ്രവേശനം ഇല്ല. ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ ഈ ഷോപ്പിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മെമ്പർഷിപ്പിനാണെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ട്. സർട്ടൻ എംപ്ലോയീസിന് അല്ലെങ്കിൽ സർട്ടൻ ജോലികളിൽ നിന്ന് റിട്ടയർ ആയ ആൾക്കാർക്ക് മാത്രമേ ഇവിടെ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അതായത് ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്നവര്, പോലീസ്, സിവിൽ സർവൻസ്, ഫയർ ബ്രിഗേഡ്സ്, അതുപോലെ തന്നെ സോളിസിറ്റേഴ്സ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ വളരെ കുറച്ച് പ്രൊഫഷണൽസിന് മാത്രമേ ഉള്ളൂ ഇവിടെ മെമ്പർഷിപ്പ് കിട്ടുന്നത്. പിന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. എന്നിരുന്നാലും നമ്മൾ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഈ പ്രൊഫഷനിൽ ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലി ഫ്രണ്ടിനെ അല്ലെങ്കിൽ മറ്റൊരു റിലേറ്റീവിനെ നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു മെമ്പർഷിപ്പിൽ 2 കാർഡ് നമുക്ക് എടുക്കാൻ പറ്റും. 2 ഫാമിലിയുടെ, അപ്പൊ ആരുടെയൊക്കെ പേരിലാണോ മെമ്പർഷിപ്പ് കിട്ടുന്നത് അവരുടെ ഫോട്ടോ ഐഡിയോട് കൂട്ടിയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ കാർഡ് നമ്മളെ അവർ ചെക്ക് ചെയ്ത് ഒരു മെമ്പറിനും അതുപോലെ തന്നെ ഒരാളിനും കൂടെ ഒരു കാർഡിൽ 2 പേർക്ക് മാത്രമേ അറ്റ് ടൈമിൽ പ്രവേശനമുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ എൻട്രിയെ കുറിച്ച് പറയുവാണെങ്കിൽ. പിന്നെ എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നത് കോസ്കോ ഷോപ്പിംഗ് എക്സ്പെൻസീവ് അല്ലേ, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. കോസ്കോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവും, അതൊട്ടും വെർത്ത് അല്ല, നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കിട്ടുന്നതെങ്കിലും എക്സ്പെൻസീവ് ആണെന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ. നമ്മള് മലയാളത്തിൽ പറയില്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവൈലബിൾ ആണെന്ന്. അതുപോലെ തന്നെയാണ് ഈ കോസ്കോയില് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. കർപ്പൂരം എന്ന് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. അതുപോലെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. ബ്രാൻഡഡ് ക്ലോത്ത്സ് ആണെങ്കിലും, അതുപോലെ തന്നെ ക്രിക്ലാൻഡ്സിന്റെ സിഗ്നേച്ചർ ക്ലോത്ത്സ്, അതുപോലെ തന്നെ ക്രിക്ലൻഡിന്റെ സിഗ്നേച്ചർ ഐറ്റംസ്, അല്ലാതെ തന്നെയുള്ള പ്രീമിയം ബ്രാൻഡഡ് ഐറ്റംസ്, അതും ഹൈ ക്വാളിറ്റി ഐറ്റംസ് ലോവർ പ്രൈസിന് നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. എസ്പെഷ്യലി ഇവിടുത്തെ ക്ലോത്തിങ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവിടുത്തെ ജാക്കറ്റുകൾ, ട്രൗസേഴ്സ്, ടോപ്പ്, ജമ്പർ ഒക്കെ എപ്പോ വന്നാലും അതിൽ കുറച്ച് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് പോകും. ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ടാണേലും കുട്ടികൾക്കാണേലും എന്തെങ്കിലുമൊക്കെ നമുക്ക് വളരെ മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് കുറച്ച് ചീപ്പായിട്ടും വളരെ ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമേ എടുത്തുള്ളൂ ഇന്ന് ഡ്രസ്സ്, ഞങ്ങൾക്ക് എടുത്തിട്ടില്ല. പിന്നെ എല്ലാം ഇവിടെ ബൾക്കി ബൈ ആണ്, ബൾക്കായിട്ടാണ് സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പം ചെറിയ ന്യൂക്ലിയർ ഫാമിലിയാണ്, ഒരു 1-2 പേര് ഒക്കെ ഉള്ളിടത്താണെങ്കിൽ ഇങ്ങനെ ബൾക്കി ബൈ ആയിട്ട് മേടിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മളെ പോലെ 4 പേരൊക്കെ ഉള്ളൊരു കുടുംബത്തിന് ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ച് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ലാഭമാണ്. അപ്പം ഇൻഡിവിജ്വൽ പ്രൈസ് വളരെ മറ്റുള്ള ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പോയി കുറച്ച് ബൾക്കായിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത്. ഇത് അവിടുത്തെ സോൾട്ട് ആണ്, അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വെളിച്ചെണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ ഇന്ന് വെളിച്ചെണ്ണ കിട്ടിയില്ല. ഇത് കണ്ടോ, ഒലിവ് ഓയിലിന്റെ കുപ്പിയാണ്, എന്ത് ക്യൂട്ടാന്ന് നോക്കിക്കേ. ഞാൻ ഇന്ന് മെയിൻ ആയിട്ടും വെളിച്ചെണ്ണ തപ്പി വന്നതാണ്, പക്ഷെ എനിക്ക് വെളിച്ചെണ്ണ കിട്ടിയില്ല. ഇത് മേപ്പിൾ സിറപ്പാണ്. ഇത് ക്രിക്ലാൻഡിന്റെ ബ്രാൻഡാണ്. ഇതിപ്പോ നമുക്ക് ഉണ്ട് വീട്ടിൽ, അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ എനിക്ക് അതിന്റെയൊക്കെ ബോട്ടിലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനതൊന്ന് കാണിച്ചു തന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അടുത്തത് സാമ്പിയൻ ഹണിയാണ്, ഓർഗാനിക് ഹണിയാണത്. 9.99 ഒരു പാക്കറ്റ് ആണ്. നമുക്ക് അവിടെ അത് ടേസ്റ്റ് ചെയ്യാനും കൗണ്ടർ ഉണ്ടായിരുന്നു. ഇതൊരു യോർക്ക്ഷയർ ടീയുടെ ഒരു ബാഗാണ്, ഒരു ഫാമിലി പാക്കാണ്. ഇതെനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇങ്ങനെ ഒരു വലിയ പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എല്ലാം അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നതാണ് ടീ ബാഗ്സ്. ഇത് കുറച്ച് കിങ് പ്രോൺസ് ആണ്, ഫ്രോസൺ പ്രോൺസ് ആണ്. അപ്പൊ അതിന്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു.
നല്ല ക്വാളിറ്റിയാണ് ഇവിടുത്തെ ഫിഷും മീറ്റും ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് പാക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഫ്രോസൺ ഐറ്റംസ് ഒത്തിരി അവൈലബിൾ ആണ്. നല്ല ടേസ്റ്റും നല്ല ക്വാളിറ്റിയും ഉള്ള ഐറ്റംസ് ആണ്. ഫ്രോസൺ ചിക്കൻ ഫ്രൈ ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വലിയ ഇഷ്ടമായത്. 10 പൗണ്ട്സ് ആണ് ഇതിന്റെ പ്രൈസ്. 1 kg പാക്കറ്റ് ആണ്. റിയലി വർത്ത് ആണ്. യമ്മി ടേസ്റ്റ് ആണ് ഇതിന്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പാക്ക് ലഞ്ചിന് കൊണ്ടുപോകാനാണെങ്കിലും അല്ലാതാണെങ്കിലും ഒക്കെ ഇത് തീരുന്ന വഴി അറിയില്ല അത് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെ ടോയ്ലറ്റ് റോൾസ് ഒക്കെ ആണെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ലോക്കൽ സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലീനിങ് പ്രോഡക്ട്സ്, ടോയ്ലറ്ററീസ് ഒക്കെ ഇങ്ങനെ ബൾക്കി ബൈ ചെയ്യുമ്പം ഭയങ്കര ചീപ്പാണ്. പിന്നെ ഇത് ഡയറിയുടെ ഏരിയ ആണ്. അവിടെ നിന്ന് 2 പാൽ എടുക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ സെക്ഷനിലേക്ക് വന്നേക്കുന്നത്. പാല്, ചീസ്, വെണ്ണ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റമാണിത്. ഇവിടുത്തെ ഒരു സാലഡ് പാക്ക് ആണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഈ സാലഡിന് ഇതിന്റെ ആ ഡ്രസ്സിങ്ങും ഒക്കെ. അപ്പൊ എപ്പോ വന്നാലും ഞാൻ ഇതിന്റെ ഒരു പാക്കറ്റ് എടുക്കാറുണ്ട്. നമുക്ക് പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനത്തെ 2 പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഇനഫ് ആണ്. ഇതെനിക്കിപ്പോ ഒരു 2-3 ദിവസത്തേക്ക് വരും ഈ സാലഡ്. പിന്നെ ഞാൻ അവിടെ നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അവർ തന്നെ ഇവിടെ സ്റ്റാഫ് കൗണ്ടർ ഇട്ടിട്ടുണ്ട്. അവിടെ കുക്ക് ചെയ്ത് തരും. ഇവിടുത്തെ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഐറ്റംസ് കുക്ക് ചെയ്ത്, അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം അതുപോലെ ഇപ്പം നമ്മൾ വന്നേക്കുന്നത് കുറച്ച് ഫിഷും മീറ്റും, ഫ്രഷ് മീറ്റും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എല്ലാത്തരം മീറ്റും ഉണ്ട്, എല്ലാത്തരം ഫിഷും ഉണ്ട്. എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. കുറച്ച് ഫിഷ് മീറ്റും ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ലോക്കൽ സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച്. പക്ഷെ അതും ബൾക്കി ബൈ ആണ്. ബൾക്കി ബൈ ചെയ്യുമ്പോൾ അത് ലാഭമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ ബീഫിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റ് ആണ്. നല്ല നല്ല മീറ്റ് ആണ്, നല്ല ബീഫാണ് ഇവിടുത്തെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇവിടുത്തെ ബീഫ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ സെഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ. പിന്നെ വന്നേക്കുന്നത് ഇവിടെ ഈസ്റ്റർ എഗിന്റെ സൈഡിലാണേ. ഇത് കണ്ടോ, ഒരു ക്യൂട്ട് കോഴി ഇരിക്കുന്നുണ്ട്. ചോക്ലേറ്റ് കോഴിയാണ്. അപ്പം ഈസ്റ്ററിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിരന്നിട്ടുണ്ട്, ഈസ്റ്റർ എഗ് ഒക്കെ. അപ്പൊ നല്ല ക്യൂട്ട് ആയതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. ഇവിടുത്തെ എല്ലാ അയലിലും ഒന്നും പോയിട്ടില്ല കേട്ടോ. പകുതി സ്ഥലം പോലും ഞാൻ കവർ ചെയ്തിട്ടില്ല. ഒത്തിരി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പൊ അതുകൊണ്ടാട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഗാർഡൻ ആക്സസറീസ് ആണെങ്കിലും അതുപോലെ ജിം ആക്സസറീസ് ആണെങ്കിലും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാം തന്നെയുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ ഒരു വൻ കളക്ഷൻ തന്നെയുണ്ട്. നമ്മളൊരു ബോക്സ് മാമ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ, ഓറഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആ ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണ്, നല്ല ഫ്രൂട്ട്സ് ആണ് കിട്ടുന്നത്. സ്ട്രോബെറിയുടെ ഒക്കെ വലിപ്പം കണ്ടോ, ഷാരൻ ഫ്രൂട്ട്. ഇതുപോലത്തെ വലിയ ബോക്സിൽ തക്കാളിയൊക്കെ മേടിക്കുമ്പം ഭയങ്കര ലാഭമാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ എസ്പെഷ്യലി അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒത്തിരി ലാഭമാണ് ഇവിടെ വന്നിട്ട് ബൾക്കി ആയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. ഇതേ ഫോൾഡിങ് ടേബിളൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഇതൊക്കെ പാർട്ടിക്കും നമ്മുടെ പിക്നിക്കിനും ഒക്കെ നല്ലതാണ്. പിക്നിക് ടേബിൾ ആണ് ആക്ച്വലി അത്. നമ്മുടെ അടുത്ത് ഒരെണ്ണം ഉണ്ട് അത്. അപ്പം അത് കാരണം നമ്മൾ അതൊന്നും നോക്കുന്നില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. CCTV, ഷൂറാക്ക് ഒക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഒന്നും ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിൽ കൂടി ഈ കോസ്കോ ഷോപ്പിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് തന്നെ ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ ഇങ്ങനെ വന്ന് ചുമ്മാ കറങ്ങി നടന്നിട്ട് പോകുന്നത് ഇഷ്ടമാണ്. ഞങ്ങള് അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവരെയും കൊണ്ട് കാണിച്ചിരുന്നു. അവർക്കൊരു വലിയ അത്ഭുതമായിരുന്നു ഈ ഷോപ്പിൽ വന്നപ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വന്നു പോകാനൊക്കെ പറ്റിയ നല്ലൊരു ഷോപ്പാണ്. ദേ ഇവിടെ ജുവലറി സെക്ഷൻ ആണ്. എൻ്റെ ഏറ്റവും വീക്ക്നെസ് ആയിട്ടുള്ള സാധനമാണ് അവിടെ ഇരിക്കുന്നത്, പേള്. ഇവിടുത്തെ ജുവലറി ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ, കാരണം റിയൽ ജെംസ് ആണ്. ദേ ഇവിടെ ചില്ലി മാംഗോ, ഡ്രൈ ചില്ലി മാംഗോ ഇരിപ്പുണ്ട്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു പാക്കറ്റ് മേടിച്ചു. ഇനിയിപ്പോ നമ്മൾ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്, ബില്ലടിപ്പിക്കാനായിട്ട്. ഇവിടെ പ്രോട്ടീൻ പൗഡർ ഒക്കെയാണ്, അതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബൾക്കി ആയിട്ട് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് നമുക്ക് വളരെ ചീപ്പാണ്. പക്ഷെ ബില്ല് കിട്ടുമ്പോൾ ഒരു 400-500 പൗണ്ട് നമുക്ക് ബില്ല് കിട്ടും. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു 6 മാസത്തേക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇവിടുത്തെ ക്ലീനിങ് പ്രോഡക്ട്സും വാഷിംഗ് പൗഡറും ഒക്കെ ഞങ്ങൾക്ക് 1 ഇയർ ലാസ്റ്റ് ചെയ്യാറുണ്ട്. എനിവേ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.